നേരത്തെ മുതൽ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് CPM ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം എൻ്റെ നിലപാട് അറിയിക്കാം എന്നതായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതേ തുടർന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ മാധ്യമങ്ങൾ എന്താണ് നിലപാട് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടെല്ലാം പറഞ്ഞ ഒരേ മറുപടി, നാളെ രാവിലെ മാധ്യമങ്ങളെ കാണാം, ആ സമയത്ത് എൻ്റെ നിലപാട് അറിയിക്കാം എന്നതാണ്. പക്ഷേ എന്നിട്ടും ഞാൻ പറയാത്ത കാര്യം ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കേരളത്തിലെ ഒരു മാധ്യമത്തോടും അതല്ലെങ്കിൽ ഒരാളോടും ഞാൻ മത്സരിക്കുന്ന വിവരം ഇന്നലെ വരെ അറിയിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോട് അടുത്താണ് മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങൾ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിലയിൽ വാർത്ത കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നലെ തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കണം എന്നതാണ്. ഞാൻ പയ്യന്നൂരിലെ സംഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിവെച്ച പോരാട്ടം, ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മത്സരിക്കേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. നേരത്തെ നിലപാട് പറയാതിരുന്നത് ഇത്രയും ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു വ്യക്തിയെ വീണ്ടും പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ ഇടതുപക്ഷം സന്നദ്ധമാകില്ല എന്ന വിശ്വാസത്തിലാണ്. പക്ഷേ ഇടതുപക്ഷം അദ്ദേഹത്തെ തന്നെ വീണ്ടും പയ്യന്നൂരിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്ന നിലയിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായി ഈ സ്ഥാനാർത്ഥിത്വത്തെ ഞാൻ കാണുന്നില്ല. കാരണം ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് കേവലം ഇടതുപക്ഷത്തെ അംഗീകരിക്കുന്നവരുടെ മാത്രം ആവശ്യമല്ല, വലതുപക്ഷത്തുള്ള ആളുകൾ പോലും ഇടതുപക്ഷം കേരളത്തിൽ തകരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നവരായി നിലവിലുണ്ട്.
പക്ഷെ പയ്യന്നൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ഒരു ഇടതുപക്ഷക്കാരനായി ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു ഇടതുപക്ഷക്കാരൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ബൂർഷ്വാ രാഷ്ട്രീയ നേതാവിൻ്റെ സമീപനമാണ് അദ്ദേഹം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾക്ക് എങ്ങനെയാണ് രക്തസാക്ഷി ഫണ്ട് അപഹരിക്കാൻ സാധിക്കുക? രക്തസാക്ഷികൾ എന്നത് അവർക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ജീവൻ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളവരാണ്. അങ്ങനെ നൽകിയവരുടെ കുടുംബം അനാഥമാകാൻ പാടില്ല എന്ന നിലയിലാണ് രക്തസാക്ഷി കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഫണ്ട് പിരിക്കുന്നതിന് എല്ലാ കാലത്തും ഇടതുപക്ഷം സന്നദ്ധമായിട്ടുള്ളത്. അങ്ങനെ പിരിച്ച ഫണ്ടിൽ പോലും വെട്ടിപ്പ് നടത്തുന്ന ഒരാളെ എങ്ങനെയാണ് ഇടതുപക്ഷക്കാരനായി അംഗീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് എങ്കിലും അദ്ദേഹത്തെ ഒരു ഇടതുപക്ഷക്കാരനായി, ഇടതുപക്ഷ നിലപാടുള്ള ഒരാളായി കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്.